ഈ കഥ ഞങ്ങൾ മെനക്കെട്ടിരുന്ന് സങ്കല്പിച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആരെങ്കിലുമായി ഇതിലെ ഏതെങ്കിലും കഥാപാത്രത്തിന് എന്തെങ്കിലും സാദൃശ്യം തോന്നിയാൽ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. പാഠം 56 ചക്കിന് വച്ചത്. എന്തായിരുന്നു കേസ്? സുകുമാരന്റെ ബാർബർ ഷാപ്പിൽ കേശവൻ എന്നയാൾ മുടിവെട്ടാനെത്തുന്നിടത്തായിരുന്നു തുടക്കം. മുടിവെട്ടുന്നതിനിടയ്ക്ക് സുകുമാരൻ എന്തോ രാഷ്ട്രീയം പറഞ്ഞു. കേശവൻ അത് ഇഷ്ടപ്പെട്ടില്ല. വഴക്കായി, ചീത്തവിളിയായി. ഇതിനിടയിൽ സുകുമാരന്റെ കയ്യിലിരുന്ന കത്തി കേശവന്റെ കഴുത്തിൽ കൊണ്ട് നന്നായിട്ടൊന്ന് മുറിഞ്ഞു. ഞാൻ എന്തായാലും ഈ കാര്യം നാട് മുഴുവൻ നടന്ന് പറയാൻ പോവാ. പിന്നെ സുകുമാരന്റെ ബാർബർ ഷാപ്പിൽ മുടിവെട്ടാണെന്ന് പ്രവർത്തനം ചെയ്യില്ലല്ലോ. ഇങ്ങനെയൊക്കെ വേണം ഇവനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കാനുള്ളത്. വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകണ്ട. സുകുമാരനെ ആള് വെച്ചതാ. പണ്ട് സുകുമാരന്റെ ഭാര്യയെ പഞ്ചാരയടിച്ചു എന്ന് പറഞ്ഞ് ഒരുത്തനെ കല്ലെറിഞ്ഞു വീഴ്ചതാ സുകുമാരൻ. വക്കീലിന്റെ വീട്ടിൽ വന്ന് അലമ്പുണ്ടാക്കൊന്ന് വെല്ലു വിളിച്ചിട്ടാണ് പോയിരിക്കുന്നത്. വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് സുകുമാരൻ മോഹനേഴ സാറിനെ തല്ലുവെന്നാണ് ഭീഷണി. കല്ല് അപ്പൊ എറിഞ്ഞു വീഴ്ത്തിയിട്ട് തല്ലാനാണ് പരിപാടി. ഇനി ഈ ജന്മത്ത് ഇവൻ ഒരാളെയും കല്ലു വെച്ചറിയരുത്. ഇതെന്തു പറ്റിയാന്നാ പറഞ്ഞേ? എനിക്കങ്ങോട്ട് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഞാനിങ്ങനെ വെറുതെ അങ്ങോട്ട് നടന്നു പോവായിരുന്നു. പെട്ടെന്നാണ് തലയിൽ എന്തോ കൊണ്ടതുപോലെ തോന്നിയത്. വല്ല കമ്പുമായിരിക്കും. ഒരു കമ്പുമല്ല, നല്ല ഇരുമ്പോലൊക്കെ കൊണ്ടുള്ള അടിയായിരിക്കും. 5 സ്റ്റിച്ച് ഇടേണ്ടി വരും. അടിയുടെ ഒരു രീതി വെച്ച് 50 സ്റ്റിച്ച് ഇടേണ്ടി വന്നേനെ. എനിക്ക് ഭാഗ്യമുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ പോലീസിൽ അറിയിക്കേണ്ടതാ. പിന്നെ ഉത്തമനെ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് മാത്രം ഞാനിത് വേണ്ടെന്ന് വെച്ചു. ശരി. ഉത്തമ, നമസ്കാരം. ഈ ആശുപത്രി മുഴുവൻ പറ്റിപ്പ. സർക്കാർ ആശുപത്രിയിൽ ഫ്രീ ആയിട്ടാണല്ലോ മരുന്ന് തരേണ്ടത്. അതുകൊണ്ട് ഇവർ പറയുക മരുന്നൊന്നും സ്റ്റോക്കില്ലാന്ന്. പിന്നെ ഞാൻ പുറത്തുപോയി മരുന്നൊക്കെ വാങ്ങി. കുറച്ച് വിഷം കൂടെ വാങ്ങിച്ചിരുന്നെങ്കിൽ ഞാൻ കണ്ണടച്ച് കുടിച്ചോണ്ട് ഈ കട്ടിലിൽ കിടന്ന് സ്വസ്ഥമായിട്ടങ്ങ് ചത്തു പോവായിരുന്നു. കണക്ക് പറയുന്നിരുന്നു. എന്നാലും 200 രൂപ എന്ന് പറഞ്ഞാൽ ഒരുപാട് കൂടുതലല്ലോ ഉത്തമ. സാറിന് ഇപ്പോഴും ആ 200 രൂപ പോയാലുള്ള വിഷമാണല്ലേ, അല്ലാതെ എന്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ചാലല്ല. ഇവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാവോ? ഇതുപോലുള്ള കേസുകൾ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമായിരുന്നെന്ന്. പോലീസിനെ അറിയിച്ച സാറിന്റെ വധശ്രമത്തിന് അകത്താക്കുമായിരുന്നു. ഇത് വധശ്രമമൊന്നുമല്ലല്ലോ. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഞാൻ സുകുമാരനെ അടിച്ചു. പക്ഷെ സുകുമാരൻ നിൽക്കേണ്ടടുത്ത് ഉത്തമ കയറി നിന്നല്ലേ? അപ്പൊ തെറ്റാരുടേതാ? എല്ലാം എന്റെ തെറ്റ്. അല്ലെങ്കിൽ ഞാൻ ആ നേരത്ത് സാറിന്റെ വീട്ടിൽ കയറി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഉത്തമ നമുക്ക് പോവാം. ഇനി ഇവിടെ ഇരുന്ന അവര് ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ്, എക്സ്റേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാശ് വീണ്ടും വാങ്ങും. പോവാം. ഞാൻ പൊയ്ക്കോളാം. പിന്നെ പോകുന്ന വഴിയിൽ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കയറണം. എന്തിനാണെന്ന് സാറിനെ അന്വേഷിച്ച് പോലീസുകാർ വരുമ്പോ സാറിന് മനസ്സിലാവും. അടിയുടെ വെയിറ്റ് ഇത്തിരൂടെ ഒന്ന് കൂടിയിരുന്നെങ്കിൽ ഈ കെട്ടഴിച്ച് താണ്ട ഇങ്ങനെ കെട്ടായിരുന്നു. അതിപ്പോഴാണെങ്കിലും വിചാരിച്ച അഴിച്ച് കെട്ടാല്ലോ. എന്നെ അന്വേഷിച്ച് പോലീസ് വരാനോ? ഉത്തമം വെറുതെ പറഞ്ഞായിരിക്കും. എന്നാലും 200 രൂപ ഒറ്റടി കയ്യിൽ നിന്ന് പോന്ന് വെച്ചാ ആ 200 രൂപ ലാഭിക്കാൻ എന്തൊരു വഴി. വഴിയുണ്ടാക്കിയല്ലേ പറ്റൂ. ഏതായാലും മോഹനേഷ് സാർ ഇന്നൊരു ദിവസം ലീവ് എടുത്തോണ്ട് നമുക്ക് സമാധാനമായി. ഇന്നൊരു ദിവസമെങ്കിലും പേടിക്കാതെ ജീവിക്കാമല്ലോ. സാധാരണഗതിയിൽ ഒരു തലവേദനയോ പനിയോ വന്നാലൊന്നും ലീവ് എടുക്കുന്ന ആളല്ലല്ലോ മോഹനേശ്വര സാറ്. പിന്നെ ഇന്നെന്ത് പറ്റി? വേറെന്തെങ്കിലും കാരണം കാണും. ആ കാരണം എന്തായാലും അതെന്നും ഉണ്ടാവണേന്നാണ് എന്റെ പ്രാർത്ഥന. ഞാൻ ഇതിനു മുമ്പ് 4 വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു ഓഫീസറെ കണ്ടിട്ടേയില്ല. ഇതിലും ഭേദം ഏതെങ്കിലും പട്ടാള ക്യാമ്പിൽ പോകുന്നതാ.
ഈശ്വര, മോഹനേഷ് സാർ സാറ് ലീവാണെന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഞാൻ വരുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഇവിടെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നല്ലേ? സത്യത്തിൽ ആഫീസർ ഇവിടെ ഇല്ലാതെ വരുമ്പോ കൂടുതൽ ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറുകയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? അതിനു പകരം കിട്ടിയ അവസരം മുതലാക്കി പണിയെടുക്കാതിരിക്കുക എന്നുള്ളതാണോ? നോക്കൂ, ഇതൊന്നും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല. ആഹാ, എന്റെ ഈശ്വര, വല്ല ഒലക്കയും കിട്ടിയിരുന്നെങ്കിൽ ഒറ്റയടിക്ക് ഇങ്ങനെ വീഴിക്കാമായിരുന്നു. കേസ് വന്നാൽ ജയിലിൽ പോയാലും മനസ്സമാധാനം ഉണ്ടാവുമല്ലോ. അല്ല, ഇത് ഒരു തരത്തിലുള്ള ദുരിതമല്ല. ശിശുപാലൻ ചേട്ടാ, എന്താ? അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കഥയോർത്തത്. പണ്ട് കാരപ്പാറ വില്ലേജ് ഓഫീസിൽ ഞാൻ ജോലി ചെയ്തിരുന്നപ്പോ അവിടെ ഒരു വില്ലേജ് ഓഫീസർ ഉണ്ടായിരുന്നു. ഭയങ്കര കൈക്കൂലിക്കാരൻ. അയാള് സകല ആളുകളുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങും. പക്ഷെ വേറെ ആരും വാങ്ങാൻ പാടില്ല. സഹി കെട്ട് ബാക്കി എല്ലാരും ചേർന്ന് ഒരു ദിവസം ഇയാളുടെ വീട്ടിൽ ചെന്ന് രാത്രി വിളിച്ചിറക്കി തലക്കിട്ടൊന്ന് കൊടുക്കും. എന്നിട്ട് അതെ, തല്ലാൻ ചെന്നവര് മുഖം മൂടി കെട്ടിയിരുന്നോണ്ട് പുള്ളിക്കാരന് ആളെ മനസ്സിലായില്ല. ദ്രൗപദി സാർ ഉണ്ടായിരുന്നോ കൂട്ടത്തില്? ഹേയ്, ഞാനില്ലായിരുന്നു. ഇല്ലാത്തത് ഭാഗ്യമായി. കാരണം തലക്കടിയായിട്ട് ഓഫീസർ കേസ് കൊടുത്തു. പോലീസ് അന്വേഷണം നടത്തിയപ്പോ തല്ലിയ ആളുകളെ പിടികിട്ടി. അവരെന്ത് നഷ്ടവും കൊടുക്കാൻ തയ്യാറായിരുന്നു. എന്നിട്ട് അയാള് ചോദിച്ച കാശ് എത്രയെന്നറിയാവോ? എത്ര? 10 ലക്ഷം രൂപ. ഒന്ന് തല്ലുന്നതിന് നഷ്ടം 10 ലക്ഷം രൂപയോ? അതെ, പ്രഭയ്ക്ക് നിയമം അറിയാനിട്ടാ. അടികൊണ്ടത് തലക്കില്ലേ. കൊലപാതക ശ്രമത്തിനാ കേസെടുത്തത്. തലയിൽ സ്റ്റിച്ചിട്ട ഡോക്ടറും പറഞ്ഞു ആള് തട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ വധശ്രമത്തിന് അകത്താവൂന്ന് ഉറപ്പു വന്നപ്പോ തല്ലാൻ പോയവര് 10 ലക്ഷം രൂപ പിരിച്ചു കൊടുത്തു. അതെ, കൊടുക്കാതെ എന്ത് ചെയ്യും? കേസായ അകത്ത് പോവാൻ മാത്രമല്ല, ജോലിയും പോവുമല്ലോ. ദ്രൗപദി, ഇത് എവിടെ നടന്ന സംഭവ? കാരപ്പാറ. അവിടെ ആഫീസറുടെ തലക്കടിച്ച് എന്തുകൊണ്ടാ? ഒലക്കമുണ്ട്. ഈ ഉലക്ക കൊണ്ടടിച്ചാൽ പ്രശ്നമാണല്ലേ? അതുകൊണ്ടാണല്ലോ അവര് കാശ് കൊടുത്തത്. ഓ, ശിശുപാല, അതെ, ഞാൻ പോട്ടെ. ഞാനിന്ന് ലീവാണല്ലോ. വെറുതെ ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അതെന്ത് പോക്കാ സാറേ? പിന്നെ എന്തിനാ സാറ് വന്നത്? എനിക്കിഷ്ടമുള്ളപ്പോ ഞാൻ വരും, പോവും. അത് നിങ്ങളെ കറിയുന്ന എന്തിനാ? ഞാനാണ് വില്ലേജ് ഓഫീസർ. ഇയാൾ എന്നെ കൊണ്ട് ഒലക്ക വാങ്ങിപ്പിക്കും. കാര്യം